ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CK വ്ളോഗ്സ്. അങ്ങനെ ഇത് ഡേ 2 ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ റൂമിൽ നിന്നൊക്കെ വെക്കേറ്റ് ചെയ്ത് നേരെ ട്രെയിനിലേക്ക് പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ ട്രെയിനിൽ കയറി. നമ്മളെ ട്രെയിൻ തേജസ് എക്സ്പ്രസ് ആയിരുന്നു. പിന്നെ നമ്മളിതാ കുറച്ച് നേരം ഇരുന്ന് ട്രെയിൻ വിട്ടതിന് ശേഷം നമുക്ക് കോഫിയും ചായയൊക്കെ കൊണ്ടു തന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. നമ്മൾ ഇന്നലെ കയറിയ പോലത്തെ ട്രെയിൻ തന്നെയാണ് കേട്ടോ ഇതും. ഇന്നലത്തെ ട്രെയിൻ കുറച്ചും കൂടി പുതിയതായിരുന്നു, ഇത് കുറച്ച് പഴകിയതാണ്. വേറെ വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു ട്രെയിനിനകത്ത്. രാവിലെയും കൂടി ആയതുകൊണ്ട് കുറച്ച് എന്താണെന്നറിയില്ല, നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഇതാ നമുക്ക് ഈ സീറ്റിനെ വിൻഡോ സൈഡിലേക്കൊക്കെ മാറ്റിയിട്ടിട്ട് നമുക്ക് പുറത്തെ കാഴ്ചകളെല്ലാം കാണാം കേട്ടോ. അത് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ആ സീറ്റ്. പിന്നെ നമ്മൾ കുറച്ചു നേരം ബാക്കിൽ വന്നിരുന്ന് രാവിലത്തെ കുറച്ച് കാഴ്ചകളെല്ലാം കണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഇതിങ്ങനെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കാണാൻ നല്ല കോടയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഏകദേശം നമ്മൾ ഈ ഒരു ദിവസം 14 മണിക്കൂർ അങ്ങാറ്റം ഈ ഒരു ട്രെയിനിൽ ഇരുന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ ട്രെയിൻ 3 മണിക്ക് അവിടെ എത്തേണ്ടതാണ്. പക്ഷേങ്കിൽ എത്തിയത് 8 മണി 8:30 അങ്ങനെ അങ്ങാറ്റായി കേട്ടോ. രാത്രി ഭയങ്കര ലേറ്റായി പോയിന് ട്രെയിന്. കുറേ സമയം ട്രെയിനിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഈ കാണുന്നത് ടോയ്ലറ്റും ബാത്റൂമാണ്. പിന്നെ കുറച്ചു നേരം നമ്മൾ ബോറടി മാറ്റായും ലൂഡോ ഒക്കെ കളിച്ച് ഇന്റെ ആയി അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നു കേട്ടോ. അത് വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ ഇതാ നമുക്ക് ഉച്ചയായപ്പോൾ സൂപ്പ് കൊണ്ടുതന്നു. സൂപ്പ് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിതാ ലഞ്ച് കൊണ്ടുതന്നിട്ടുണ്ടായിരുന്നു. ലഞ്ചിനകത്ത് നോർമലി റൈസും ചപ്പാത്തി, ചിക്കൻ കറി, പിന്നെ ഇത് കേസരി, പിന്നെ എന്തായിരുന്നു ദാൽ കറി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ നമ്മളെ ആലൂൻ്റെ കറി, അതൊക്കെ തന്നെയായിരുന്നു. നോർമൽ ട്രെയിൻ ഫുഡൊക്കെ തന്നെ. ലഞ്ചൊക്കെ കഴിക്കുന്നവരൊക്കെ ഓക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നെ നല്ല പണി കിട്ടി എനിക്കും വാവാച്ചിക്കും. വാവാച്ചി അതിന് മുന്നേ തന്നെ ചെറുതായിട്ട് വയറുവേദന എടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം പിന്നെ ഫുള്ള് എന്താ പറയുക വയറുവേദന അങ്ങനെയൊക്കെ പറഞ്ഞ് ഫുള്ള് ഇതായിരുന്നു. പിന്നെ ഒന്നും വീഡിയോ ഒന്നും എടുത്തില്ല. അങ്ങനെ ഇതാ നമ്മളൊരു 8:30 ആയപ്പോൾ ഗോവ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ഗോവയിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് ഒരു ഊബർ വിളിച്ച് നമുക്ക് നമ്മളെ ഹോട്ടലിലേക്ക് പോകണം. ഫസ്റ്റ് തന്നെ ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ശരിക്കും നമ്മളെ നാട്ടിലത്തെ ആ ഒരു ഇത് തന്നെ തോന്നി, നാട് തന്നെ തോന്നിപ്പോയി. പിന്നെ സിറ്റിയിലേക്ക് വന്നപ്പോഴാണ് അടിപൊളിയായിട്ട് തോന്നിയത്. ഇതാ ഈ പാലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതാ നമ്മളെ ഹോട്ടലിലെത്തി. ഈ ഒരു ദിവസം പിന്നെ നമ്മൾ എങ്ങോട്ടും പോയിട്ടില്ല കേട്ടോ. നമ്മൾ നേരെ കുളിച്ചൊരൊറ്റക്കടുത്താണ്. ഡിന്നർ വരെ കഴിച്ചിട്ടില്ല. പിന്നെ ഇത് രാവിലെയാണ് കേട്ടോ. രാവിലെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ അടുത്ത് തന്നെയുള്ള കണ്ടോളിൻ ബീച്ചിൽ പോയി കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് പിന്നെ നമ്മൾ ലഞ്ച് നമ്മളൊരു മലയാളി കടയിലാണ് പോയത്. അവിടെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നേരെ മലയാളി കടയിൽ കയറി. അപ്പോൾ അവിടുന്ന് നോർമൽ നമ്മളെ ചോറും അങ്ങനെ പിന്നെ ഫിഷ് താലി ടൈപ്പ് അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ റൂമിലെത്തി ഓരോ കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച്. പിന്നെ ഈ കാണുന്നത് നമ്മളെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. നമ്മൾ സീ സൈഡൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലത്തെ വ്യൂ ആണുള്ളത്. സീ സൈഡൊക്കെ ആകുമ്പോൾ പൈസ ഭയങ്കര കൂടുതലായിരിക്കും. ഇവിടെ കുറച്ച് കുറവായിരുന്നു. പിന്നെ ഇത് നമ്മളെ ഹോട്ടലിലെ ഇതാണ് സ്വിമ്മിംഗ് പൂളാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒന്ന് അവിടെ പോയി ഇതായി ഒരാൾ നീന്തം പഠിക്കേണ്ട പരിപാടിയാണ്. പേടിയായതുകൊണ്ട് ഒന്നും നടന്നിട്ടില്ല. കുറച്ച് ഫോട്ടോസെല്ലാം എടുത്ത് പിന്നെ നമ്മൾ അന്നത്തെ ഡിന്നർ പ്ലാൻ ചെയ്തത് റിവർ ക്രൂയിസിലായിരുന്നു. അതായത് ഡബിൾ ഡക്കുള്ള ബോട്ടിലായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് പാട്ടും ഡാൻസും ഫുള്ള് അടിപൊളിയായിട്ട്. പിന്നെ എന്താ വെച്ചാൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഡാൻസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവരെ ഗോവൻ ഡാൻസും അങ്ങനെയൊക്കെ. പിന്നെ സ്റ്റാർട്ടറും ഫുഡും ഒന്നും വലിയ രസമൊന്നും ഇല്ലായിരുന്നു. അത് മോശമായിരുന്നു. പിന്നെ നല്ല ക്രൂയിസിൽ കയറി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും. ഇത് അത്ര ഇതല്ലായിരുന്നു, എന്നാലും അടിപൊളിയായിരുന്നു, ഓക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ എന്നിട്ട് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇത് ഒരു 3 മണിക്കൂറത്തെ പരിപാടിയാണ്. അത് കഴിഞ്ഞ് ഇവരൊരു വണ്ടി തന്നെ നമ്മളെ ഹോട്ടലിൽ കൊണ്ടാക്കി തരും. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോൾ ഇവർ ചെറിയൊരു സർപ്രൈസ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക്. പിറ്റത്തെ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവിടെ കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്കൊക്കെ കഴിച്ച് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ എന്താ പറയുക, ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബാക്കി
അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത ദിവസത്തത് അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ. It's all